യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വചനം നമ്മളോട് പറയുകയാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കാർഡിനൽ റോബർട്ട് സാറ ഇപ്രകാരം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്വരം എന്ന് പറയുന്നത് ഇളം തെന്നൽ പോലെയാണ്. നിശബ്ദതയിൽ ആ സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. പല പല അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഒന്നും നടക്കുന്നില്ല. നമുക്ക് അല്പനേരം ശാന്തമായിട്ടിരിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, പരിശുദ്ധാത്മാവേ, എന്താണ് ദൈവം എന്നെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ ഏത് വഴിയിലൂടെ പോകണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ശാന്തമായിട്ട് നമുക്ക് ചോദിക്കാം. കാർഡിനൽ റോബർട്ട് സാറ പറയുന്നത് പോലെ നിശബ്ദതയിലാണ് പരിശുദ്ധാത്മാവിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു അമ്മ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. ദൈവത്തിന്റെ അരൂപിയുടെ സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് ശ്രമിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.